നമസ്കാരം. അങ്ങനെ ഒരുപാട് ദിവസത്തെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ പോകുന്ന ഒരു ട്രിപ്പിന് എവിടോട്ടാണ് ചായ? ഇതാണ് 1000 ഐലൻഡ്സ്. നമ്മൾ വരുന്നത് ബ്രാംപ്ടണിൽ നിന്നാണ്. ടൊറന്റോയ്ക്ക് അടുത്തുള്ള ബ്രാംപ്ടണിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 315 കിലോമീറ്റർ ഉണ്ട്. 3 hours ജേർണിയാണ്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പൊ നല്ല സമയമാണ്. പുറകിലൊക്കെ കണ്ട് നല്ല അടിപൊളി മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഫോൾ കാണിച്ചേക്കാം. ഫോൾ വ്യൂ ആണ്. അപ്പോൾ ഒരു റൈറ്റ് ടൈമാണ് ഈ ഒരു സമയം. നമ്മൾ ഫോൾ സമയത്ത് പോകുമ്പോഴത്തേനും ഇച്ചിരി തണുപ്പുള്ള ഇവിടുത്തെ ഇച്ചിരി തണുപ്പ് കൂടിയ സ്ഥലമാണ്. വെയിലടിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങോട്ട് പിടിക്കാം. അപ്പോൾ ഒരു 7 ഡിഗ്രി 8 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ ഈ 1000 ഐലൻഡ്സിനെ കുറിച്ച് പറഞ്ഞു ഒരു 1800 ഐലൻഡ്സ് ഉള്ള ഒരു സംഭവമാണ്. അതിന്റെ US കാനഡ ബോർഡറാണ് ഈ ഒരു 1000 ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഐലൻഡ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ്. പിന്നെ അവിടെ കുറെ കാസിൽസ് ഉണ്ട്. ചില ഐലൻഡിലൊക്കെ അവർ പ്രൈവറ്റ് ഐലൻഡ്സ് ആണ്. അതിനകത്ത് കുറെ കാസിൽസ്. അതായത് നമ്മുടെ നാട്ടിലെ വലിയ ബ്ലംഗ്ലാവ് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പണ്ടത്തെ കാനഡയൊക്കെ നമുക്ക് കാണാനായിട്ട് നല്ലൊരു സ്പോട്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രൂസ് ഉണ്ട് അവിടെ. ഈ ഐലൻഡിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുന്ന ക്രൂസ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ ഇന്ന്. ഈ സാധനം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3 hour ക്രൂസ് ബുക്ക് ചെയ്തേക്കാണ്. ഈ ക്രൂസ് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അത് 1 hourന്റെ ഉണ്ട്, 3 hourന്റെ ഉണ്ട്, 5 hourന്റെ ഉണ്ട്. അപ്പോൾ 5 മണിക്കൂറിന്റെ ക്രൂസ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അമേരിക്കൻ വിസ വേണം. ഓക്കെ, നമുക്ക് തൽക്കാലം അമേരിക്കൻ വിസ ഉണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ 3 hours എടുത്തേക്കുന്നത്. കാര്യം ഈ 5 മണിക്കൂറിൽ 3 മണിക്കൂറിൻ്റെ ട്രാവൽ പ്ലസ് ഒരു 2 hours ഒരു ഐലൻഡിൽ അവർ ഇറക്കും. അതൊരു US ഐലൻഡാണ്. അപ്പോൾ അവിടുത്തെ അമേരിക്കൻ വിസ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ എടുത്തേക്കുന്നത് 3 മണിക്കൂറിൻ്റെയാണ്. 1 hourന്റെ ഉണ്ട്. അത് 10:30, 12:30, 3:30 ഇങ്ങനെയാണ് അതിൻ്റെ ടൈമിങ്ങുകൾ. നമ്മൾ എടുത്തേക്കുന്നത് 12:30. അപ്പോൾ 3 മണിക്കൂർ ഡ്രൈവ് ഓൾറെഡി ഉണ്ട്. 3 മണിക്കൂർ കൂടുതലുണ്ട് അല്ലേ? 3 മണിക്കൂർ ഡ്രൈവ് കൂടുതലുണ്ട്. ഇപ്പോൾ ടൈം ഇച്ചിരി ടൈറ്റാണ്. എണ്ണിച്ചപ്പോൾ ലേറ്റ് ആയിപ്പോയി, സ്വാഭാവികം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിക്കണം. അത് നമ്മുടെ ടിം. നമ്മളെ കാനഡയിലെ കാപ്പിക്കട എന്ന് പറയുന്നത് ടിം ഹോട്ടലാണ്. ഇതാ കാണിക്കാം കണ്ടിട്ടില്ലാത്തവർക്ക്. ഇവിടെ എല്ലാവർക്കും സുപരിചിതമായ സംഭവമാണ്. അതാ ബാക്കിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ട്, അത് അങ്ങ് പുറകെ കാണുന്നുണ്ട്. വെൻഡീസ് ടിം ഹോട്ടൽ. അപ്പോൾ അവിടെ റോള് അത്രയേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ റോള്, ചിക്കൻ റോൾ അല്ലെങ്കിൽ ബീഫിൻ്റെ റോള് അത് മേടിച്ച് കഴിക്കുന്നു. അപ്പോൾ യാത്ര തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ കാണാം. ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കാണാം. നമ്മുടെ വണ്ടി ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പൂത്തരമോ ഹൈവേന്ന് അങ്ങനെ ഒരു റൈറ്റ് എടുത്ത് ഞങ്ങൾ പോയത് ഗനനോക്വേ എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പിലോട്ടാണ് കേട്ടോ. ദ ഗേറ്റ് വേ ഓഫ് 1000 ഐലൻഡ്സ് എന്നാണ് ഇതിനെ അറിയുന്നത്. ഒരു അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയയും ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൗൺഷിപ്പാണത്. ഏതായാലും ഒരു 3-4 മണിക്കൂറത്തേക്കുള്ള ഈ ഒരു ട്രാവൽ, അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ കഴിക്കാനൊന്നും സമയം കിട്ടാത്തത് കൊണ്ട്, നല്ല വിശപ്പ് വന്ന് തുടങ്ങിയത് കൊണ്ടും ഞങ്ങളങ്ങനെ ഒരു സ്റ്റോപ്പ് എടുത്തു. അടുത്തുള്ള പോപ്പോയ്സിലൊന്ന് ഇറങ്ങി ഒരു ചെറിയ രീതിയിൽ ഒരു സ്നാക്കൊക്കെ കഴിച്ചൊന്ന് റിഫ്രഷായിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. അങ്ങനെ ഗനനോക്വേയിലെ ഗേറ്റ് വേയിലേക്ക്, അതായത് ക്രൂസ് എടുക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് ഞങ്ങളിങ്ങനെ പതുക്കെ എത്തുകയാണ്. അപ്പോൾ ഇവിടെ ബോട്ട് കഫേ ഇങ്ങനെ ആൾക്കാർ ക്യൂ നിന്ന് കയറുന്നു. നമുക്ക് പോയി നിൽക്കേണ്ട സമയമായി. ഇവിടെ പാർക്കിംഗ് ഉണ്ട് $9. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന അതിൻ്റെ ഓഫീസാണ്. അവിടെ കയറി ജസ്റ്റ് പറയുക, ടിക്കറ്റ് എടുത്തിട്ടൊക്കെ അവിടെ എടുക്കാം. പക്ഷേ എങ്കിൽ ഇവിടെ വന്നെടുക്കുന്നത് റിസ്ക്കാണ്, കിട്ടാൻ സാധ്യത കുറവാണ്. നമ്മളപ്പോൾ നടന്ന് അവിടേക്ക് പോവുകയാണ്. ആ ക്യൂ നിൽക്കണം. ദൈവമേ, നല്ല അടിപൊളി ക്യൂ ഉണ്ട്. എന്തായാലും നമുക്കും പോവാം. അപ്പോൾ നമ്മൾ ഇതേണ്ട നമ്മുടെ ക്രൂസിലോട്ട് കയറാൻ പോവുകയാണ്. ഈ കയറുന്ന വഴിക്ക് നമ്മുടെ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് ടിക്കറ്റ് സ്കാൻ ചെയ്യും. ഇവിടെ ഒരു പടിയുണ്ട്, സൂക്ഷിക്കുക.
അകത്തോട്ട് കയറുക, മേലോട്ട് കയറാം. മേലെ പോയിട്ടുള്ള സീറ്റ് നമുക്ക് മേലെ കിട്ടുമോ നോക്കാം. സൈഡ് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും, അലമ്പാക്കും. സൈഡ് സീറ്റ് പോയിട്ട് നടുക്കത്തെ സീറ്റ് പോലും ഇല്ലെന്ന് എൻ്റെ കർത്താവിന് നോക്കാം. അടിപൊളി ഒരൊറ്റ കസേര ബാക്കി. ഷിപ്പ് നിറയെ ആൾക്കാരാണ്. ഈ പറഞ്ഞതുപോലെ സമയത്തിന് എത്താത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത് കൊണ്ട് വല്ലവിന് പുല്ലും ആയുധം എന്ന് പറഞ്ഞതുപോലെ ദേ ഇരിക്കുന്ന പടിക്കെട്ടിൽ 2 ആൾക്കാർ. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ, തോപ്പിക്കാനാവില്ല. സ്ഥലം നമ്മൾ തന്നെ ഉണ്ട്. നമ്മളെ കരയിൽ നിന്ന് ഇങ്ങനെ അകന്ന് പൊക്കോണ്ടിരിക്കുന്നതിൻ്റെയാണ്. വാവ്, ആ വെള്ളം അടിച്ചിട്ട് ബോട്ട് പോകുന്ന ഒരു വ്യൂ അടിപൊളിയാട്ടോ. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി, ഭയങ്കര സീനറിയാണ്. ഇത് 3 ഡെക്ക് അല്ലേ? 3 ഡെക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏറ്റവും ലാസ്റ്റ് താഴത്തെ ഡെക്കിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു ഫോളിൻ്റെ വ്യൂ അടിപൊളിയാണ്, കണ്ടില്ലേ? സെയിൻറ്റ് ലോറൻസ് റിവറിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ 1000 ഐലൻഡ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1800-ലധികം ഐലൻഡ്സ് ഉണ്ട് കേട്ടോ. ഒരു ഐലൻഡ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 365 ദിവസം ആ ഒരു കര വെള്ളത്തിൻ്റെ അടിയിൽ പോകാതിരിക്കുകയും അതിലൊരു മരം ഉണ്ടാകുകയും വേണം എന്നുള്ളതാണ്. കാലിട്ടാണ് ഓടിക്കുന്നത്. അതുകൊള്ളാം. ഞാൻ മേച്ചു ഇത് കൈ കൊണ്ടാണ് ഓടിക്കുന്നത്, പക്ഷേ പുള്ളി ഇത് കാലും കൊണ്ടൊക്കെയാണ് ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രൂസിൽ ഈ ഡെക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഏറ്റവും താഴത്തെ ഡെക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കഫേയൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ കൗണ്ടർ പോലത്തെ സംഭവം. അവിടെ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ഫുഡും ബിവറേജ് ഒന്നും പാടില്ലെന്ന് പറയുന്നുണ്ട്. വേണ്ട, നമ്മൾ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്താണ് മെനു? എന്താണ് കഴിക്കാൻ വേണ്ടത്? ഇവിടെ മനു ഏതൊന്നുമില്ല, പക്ഷേ എങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ വൈനോ ഓർക്കയോ ബിയറോ ഒക്കെ ഉണ്ട്. പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്ക് കോസ്റ്റ്ലിയാണ്, എന്നിരുന്നാലും വേണ്ടതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ പാലം എന്ന് പറയുന്നത് USA-യും കാനഡയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. നമ്മുടെ ഒരു സൈഡ് കാനഡയും ഒരു സൈഡ് US ആണ്. കണ്ടില്ലേ, കാനഡ USA ഫ്ലാഗൊക്കെ ഉണ്ട്. അതിനി അങ്ങോട്ട് പോയിട്ട് പിന്നെ കംപ്ലീറ്റ്ലി നമ്മൾ USA കൂടെ യാത്ര തുടരും. അപ്പോൾ ഈ യാത്രയുടെ അതിമനോഹര ദൃശ്യങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. ഇനി കാണാൻ പോകുന്നത് ഒരു കാസിലാണ്, ബോൾട്ട് കാസിൽ എന്നൊരു കാസിലാണ്. ഇത് ആക്ച്വലി 18-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചൊരു കാസിലാണ്. ഈ കരിങ്കല്ലുകളുടെയൊക്കെ പിന്നിലായിട്ട് കാണുന്ന ആ ബംഗ്ലാവാണ് കാസിൽ. അത് ഒരു നമ്മുടെ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ധനികനായ മനുഷ്യൻ, ഒരു ബിസിനസ്സുകാരൻ ജോർജ് സി ബോൾട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടി പണി കഴിപ്പിച്ചാണ്. പക്ഷേ എങ്കിൽ അത് പണി തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വൈഫ് മരിക്കുകയും ഈ പണി പകുതിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ 1000 ഐലൻഡ്സ് അതോറിറ്റിയാണ് ഇത് ഏറ്റെടുത്ത് പണി പൂർത്തീകരിച്ച് ഇപ്പം 5 മണിക്കൂർ ക്രൂസ് എടുക്കുന്നവർക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 2 മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ US-ൻ്റെ ഒരു കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ട്. അവിടെ കയറുന്നതിന് മുമ്പ് അത് നമ്മൾ ചെയ്യണം. അത് US വിസയൊക്കെ ഉണ്ടാവണം. പിന്നെ ഇതിനങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് പാലം കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബിൽഡിംഗ് കാണാം. കരിങ്കല്ലിൽ തീർത്ത് ഒരു വേറെ ബിൽഡിംഗ് കാണാം. വെള്ളത്തിലേക്ക് നീങ്ങി അതാണ് ഇതിൻ്റെ പവർ ഹൗസ്. അതായത് അവിടെ നിന്നാണ് ഇതിന് വേണ്ട പവർ, അതായത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിച്ചുകൊണ്ടിരുന്ന ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇവിടെ ചാർക്കോളിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇത് കാണുന്നത്. അപ്പോൾ ബോൾട്ട് ഐലൻഡിനെയൊക്കെ ഇങ്ങനെ വലം വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു യൂട്ടേണൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഈ 3 മണിക്കൂർ ക്രൂസ് ജേണി ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തുടങ്ങിയ ആ ഒരു ഗനനോക്ക് ഐലൻഡിലേക്ക് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ അവർ കൊണ്ട് ഇറക്കി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളി ഒരു യാത്രയായിരുന്നു. പോകാൻ പറ്റുന്നവരൊക്കെ ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യും. അത് കാണാനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ ചങ്ങായിസ്.